Watch full episodes on Jio Hotstar. മോട്ടു പത്ലു ഇന്ന് മോഡേൺ സിറ്റി കറങ്ങാൻ വന്നിരിക്കുകയാണ്. ഇവരെ കണ്ടാല് നമ്മുടെ തലയൊക്കെ ആകെ ചുറ്റാൻ തുടങ്ങും. ഇന്ന് ഇവന്മാരെ നല്ലൊരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. അവന്മാരത് 7 ജന്മം ഓർത്തോണ്ടിരിക്കണം, മനസ്സിലായോ? എന്ത് വർത്താന പറഞ്ഞ കോപ്പടി ഭായ്, പോയി അവനെ തൊപ്പിയിട്ടേച്ച് വരൂ. നമ്മുടെ തല ശരിക്കൊന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നിന് പുറകെ ഒന്ന് ഐഡിയാസ് വന്നോണ്ടിരിക്കല്ലേ. പെട്ടെന്നൊരു ഐഡിയ വന്നല്ല, എന്റെ പുറകെ വാ. ചേട്ടന്മാരെ, മോഡേൺ സിറ്റിയുടെ ഒരു വളരെ ലക്കി ഡേ ആണ് ഇന്ന്. ഫുർഫുരിന്റെ കറണ്ട് സ്റ്റാർസ് ആയ മോട്ടുവും പത്ലുവും ഗസീട്ടരാമും ഡോക്ടർ ജഡ്ക ഒക്കെ ഇവിടെ ഉണ്ട്. മോട്ടു പത്ലുജി, ഈ കോപ്പടിയുടെ വിനീതമായ ഗുഡ് മോർണിംഗ്. മോർണിംഗ് കോപ്പടി. എന്താ കാര്യം? എന്തിനു വേണ്ടിട്ടാ വന്നത്? നമ്മളെല്ലാം അലമ്പ് വേലയും വിട്ടിട്ട് ഇപ്പൊ പ്രോപ്പർട്ടി ഡീലറാണ് സാർ. ഈ തൊട്ടപ്പുറത്തെ ലൈനിൽ ഒരു വലിയ ടവറില്ലേ, അത് VIP-സിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അതിലൊരു ഫ്ലാറ്റ് നിങ്ങൾക്കും തരായിരുന്നു, അതും 50% ഡിസ്കൗണ്ടില്. 50% ഡിസ്കൗണ്ട് കുറഞ്ഞു പോയാ എങ്കിൽ 75%. 75% ഡിസ്കൗണ്ട്. ചേട്ടന്മാരെ, നിങ്ങളെ പോലുള്ള വലിയ വലിയ ആൾക്കാർ ഇവിടെ താമസിച്ചാലേ ടവറിന്റെ വില അങ്ങ് കൂടും. പിന്നെ നമ്മള് അതിന്റെ റേറ്റ് അങ്ങോട്ട് കൂട്ടിയിട്ട് മറ്റുള്ളവരുടെ വസൂലാക്കും. വേണ്ട വേണ്ട, ഞങ്ങൾക്കിപ്പോ ഫ്ലാറ്റ് ഒന്നും മേടിക്കണ്ട. എന്റെ പത്തിലു ചേട്ടാ, അതിൽ മറ്റുള്ള ഫെസിലിറ്റീസ് എന്താണെന്ന് കേട്ടു നോക്ക്. 6ാമത്തെ ഫ്ലോറിലായിരിക്കും നിങ്ങളുടെ ഫ്ലാറ്റ്. എയറിഷ് ഫ്ലാറ്റ് ആയിരിക്കും. ഫ്ലാറ്റിന്റെ മുമ്പിൽ ഗാർഡന്റെ മുമ്പിൽ കംപ്ലീറ്റ് കായലായിരിക്കും. പിന്നെ മറ്റൊരു സൈഡിൽ ഒരു ഫുൾ മലയിൽ ഒരു വെള്ളച്ചാട്ടവും അതിലൊരു നദി ഒഴുകും. ജനല് തുറന്നാൽ ഉടനെ മേഘം അകത്തേക്ക് വരികയല്ലേ. പിന്നെന്താ അധികം പറയണ്ട, മേഘത്തിൽ പറന്നു നടന്നുകൂടെ? അല്ല, മോട്ടൂടെ പോയി. എന്റെ മോട്ടു, നീ എന്താ മേഘത്തിന്റെ അടുത്തേക്ക് പോവാണോ? താഴേക്ക് വാ. വരൂ ചേട്ടന്മാരെ. എന്താ ചേട്ടായിസ്, ഇവിടെ നിന്നാ ഫുള്ള് സിറ്റി അങ്ങോട്ട് കാണുകല്ലേ. സീൻ സൂപ്പർ അല്ലേ ഇപ്പൊ? കാണുന്നുണ്ട്. എന്നാപ്പ ശരി, ഒരു കാര്യം ചെയ്തേക്കാം. നിങ്ങൾ ഇവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്യും. അതിനോടൊക്കെ ഞാൻ ബിൽഡറിനെ കൂട്ടിയിട്ട് വരാം. ഇപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെ ആയില്ലേ? ഇത് പിടിച്ചേ. സീൻ ചെയ്തോളൂ. ഇന്ന് ഇവന്മാരോടുള്ള നമ്മുടെ പഴയ കണക്ക് അങ്ങോട്ട് തീർക്കണം ഒന്നൊന്നായിട്ട്. അതേ കോപ്പടി ഭായി, എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്? അവന്മാരെ നമ്മുടെ ഫ്ലാറ്റിലാ പൂട്ടിയിട്ടിരിക്കുന്നേ. അവന്മാര് വാടകയൊന്നും തരാതെ സുഖമായി ഇവിടെ തന്നെ കഴിഞ്ഞോളും. വാടക ഇല്ലാണ്ട് മാത്രമല്ല, ഭക്ഷണം ഇല്ലാണ്ട് ആർക്കും ഇവിടെ ജീവിക്കാൻ പറ്റില്ലെന്നേ ഈ ബിൽഡിങ്ങില്. അവന്മാര് എത്ര ഒച്ച വെച്ചാലും ഇവിടെ കേൾക്കാൻ ഒരു മനുഷ്യനുണ്ടാവില്ല. പിന്നെ നമ്മുടെ ഫ്ലാറ്റ് നമ്മുടെ കയ്യില്. നമുക്കൊരു വില്ലൻ ചിരി അങ്ങോട്ട് ചിരിച്ചാലാ? എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഫ്ലാറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ പത്തിലു അടുത്ത് കടലൊക്കെ ഉണ്ടെന്നുള്ളത് സത്യവാ. പക്ഷേ നദികളും പർവ്വതങ്ങളും മേഘങ്ങളും പക്ഷികളും ഇതിനെയൊന്നും കാണുന്നില്ലല്ലോ. സൂര്യകിരണങ്ങളും ഇങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ. അത് അയാളോടെന്നെ ചോദിക്ക്. അയാള് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. പത്തിലു, നിനക്ക് എല്ലാരെയും സംശയമാണല്ലോ. നീ ഒരു സംശയരോഗി തന്നെയാണ്. എന്തായാലും അവനൊരു ഫോൺ ചെയ്ത് ഞാൻ ചോദിക്കട്ടെ, നീ തെറ്റായ ഫ്ലാറ്റിലൊന്നും അല്ലല്ലോ ഞങ്ങളെ കൊണ്ടുവന്നിട്ടത് എന്ന്. ഹലോ ഹലോ, ഈ റൂട്ടിലെ എല്ലാവരും ബിസിയാണ്. ഇനി 4 കൊല്ലം കഴിഞ്ഞ് വിളിക്കൂ. നിങ്ങളിപ്പൊ കോപ്പിടിയുടെ വലയിൽ ശരിക്കും പെട്ടു. മോട്ടു പത്തിലു, ഇനി ഞങ്ങള് കണ്ടോളാം. ഭക്ഷണം ഒന്നും ഇല്ലാണ്ട് നീ എത്ര ദിവസം അങ്ങനെ അമ്മേ എനിക്ക് വിശക്കണു എന്ന് പറഞ്ഞ് ജീവിക്കുന്നു? കോപ്പിടി, നീ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുതായിരുന്നു. ഇനിയും നീയൊക്കെ അവനെ വിശ്വസിക്ക്. 75% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞപ്പോ നീയൊക്കെ വീണ് പോയില്ലേ? പത്തിലു, വാതില് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ പുറത്തേക്ക് എങ്ങനെ പോവാ? ഞാൻ ഈ വാതില് ചവിട്ടി പൊളിക്കാൻ പോവാ. ഇതിന് ഭയങ്കര ഉറപ്പാണല്ലോ. പത്തിലു, നീ ഒന്ന് പരിശ്രമിച്ചു നോക്കൂ. ഇല്ല ഇല്ല, ഞാൻ മെലിഞ്ഞുണങ്ങിയിരിക്കല്ലേ. എനിക്കതിന് കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ശ്രമിച്ചു നോക്കേണ്ടി വരും ചങ്കേ.
അല്ലെങ്കിൽ ഞാനും കൂടെ പോയെന്ന് ശ്രമിച്ചു നോക്കട്ടെ. എന്റെ അത്തിപ്പാറ അമ്മച്ചിയേ. എനിക്ക് വിശക്കുന്നുണ്ടല്ലോ. സമൂസ സമൂസ. എന്റെ മോട്ടു അത് സമൂസയല്ല, അത് എലിയാണ്, എലി. അത് ശരി. അപ്പൊ ഞാൻ സമോസ എന്ന് വിചാരിച്ച് എന്നെ കഴിക്കാൻ വരികയാണോ? ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ മോട്ടു ഞാൻ പറഞ്ഞില്ലേ അത് എലിയാണ്, സമൂസയല്ല. നിനക്കെന്താ ചെവിയും കേൾക്കുന്നില്ലേ? സമൂസ പത്ലു, സമൂസ, രണ്ട് സമൂസ. എന്റെ മോട്ടു അതും സമൂസയല്ല, ഗസീറ്റാറാമും ജഡ്കയുമാണ്. നിൽക്ക്, അവിടെ നിൽക്ക് മോട്ടു. മോട്ടു എന്റെ ജഗ്ഗ എന്റെ ബ്രോ, ഞങ്ങളുടെ പുറകെ ഇങ്ങനെ ഓടല്ലേ. ഞങ്ങള് സമോസയൊന്നും അല്ല. ചിങ്കം സാറേ, ഒന്ന് വേഗം വരണേ. ഞങ്ങള് മോഡേൺ സിറ്റിയിലെ ടവർ സ്കൈ ബ്ലൂവിൽ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ കുടുങ്ങിക്കിടക്കുക. എന്നാ ശരി, ബാൽക്കണിയിലേക്ക് വന്ന് നിൽക്കൂ. ഇതാ എത്തി, നിങ്ങളുടെ എല്ലാവരും പ്രിയപ്പെട്ട ചിങ്കം എത്തിയിരിക്കുന്നു. നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ നമ്മളെങ്ങനെ രക്ഷപ്പെട്ടു? നമ്മളെങ്ങനെ പുറത്തേക്ക് പോകും? ഡോറാണെങ്കിൽ എല്ലാം അടച്ചിരിക്കുക. ഇപ്പൊ ചിങ്കം സാറ് കൂടെ ഡോറിന് ഇപ്പുറത്ത് കുടുങ്ങി പോയിരിക്കുക. എന്റെ അമ്മോ, ഞാൻ ഇതിനെ കുറിച്ച് ആലോചിച്ചില്ല. നിങ്ങൾ എന്നോട് വരാൻ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വന്നു, അത്രേ ഉള്ളൂ. ഇവിടെ വന്ന് ഞാൻ നിങ്ങളോടൊപ്പം കുടുങ്ങിയല്ലോ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും പെട്ടെന്ന് ആലോചിക്കൂ. ഐഡിയ. ആ പറയൂ പത്ലു. ചായക്കടക്കാരൻ ചേട്ടാ, എത്രയും പെട്ടെന്ന് മോഡേൺ സിറ്റിയിൽ വന്നിട്ട് സമോസ ഉണ്ടാക്ക്. അതിന്റെ മണം മോട്ടുവിന്റെ അടുത്ത് വരെ എത്തണം. ദേ എത്തിക്കഴിഞ്ഞു. നല്ല മണം. എന്റെ മോട്ടോ മുകളിലേക്ക് പോകണ്ട, താഴേക്ക് പോ. ഇതെന്തിട്ട് സീനാണ് സംഭവിക്കണേ? ചിലപ്പോ മോട്ടു ഇതിന്റെ മണം പിടിച്ച് കീഴോട്ടിങ്ങ് പോരും. ഇതിനൊരു തീരുമാനം നമുക്ക് ഉണ്ടാക്കിയാ തീരൂ. മോട്ടു സൂക്ഷിച്ച്. നിക്ക്. ദൈവമേ, മോട്ടു. കോപ്പിടി, നീ ഞങ്ങളെ ഒരുപാട് കളിപ്പിച്ചു കളഞ്ഞല്ലോടെ. ഇനി കണ്ടോ നിന്റെ ഗതി എന്തായി തീരുമെന്ന്. കേട്ടോടാ മോട്ടു ചേട്ടാ.
പത്തുലു അവൻ അവിടെ കെട്ടിയിട്. എന്നിട്ട് നിങ്ങൾ എല്ലാവരും ആ കയറും പിടിച്ച് താഴോട്ട് ഇറങ്ങി വാ. അല്ല ചേട്ടന്മാരെ, എന്നെ വെറുതെ വിട്ടേക്ക്. നിങ്ങൾ എന്താ ചെയ്യാൻ പോടാ എന്നെ? അതെ ഞാൻ പറയുന്നത് കേക്കുന്നേ. വലിയേട്ടാ, ഈ ഹെൽമെറ്റ് ഇപ്പൊ എവിടുന്നാ വന്നത്? ഹോയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ. നിനക്കറിയാമോ, ഇതെല്ലാം ഇപ്പോഴും ഞാൻ എന്റെ കൂടെ കൊണ്ട് നടക്കാറുണ്ട് ചങ്കേ. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഇനി ഞാൻ ഫ്ലൈയിങ് സൂക്ഷിക്കില്ല. അതെ, ആരെങ്കിലും എന്നെ ഒന്ന് തുറന്നു വിടുവോ? ആരെങ്കിലും എന്നെ ഒന്ന് അഴിച്ചു വിടുവോ പ്ലീസ്? എനിക്ക് ശ്വാസം വിടാൻ പറ്റണില്ല. നീ പറഞ്ഞത് മുഴുവൻ അവിടെ നിന്ന് കണ്ടോണ്ടിരി. ഫ്ലാറ്റിനടുത്ത് തന്നെ കടല്, കടലിനടുത്തോ വെള്ളച്ചാട്ടം, മേഘങ്ങൾ, വെള്ളം എല്ലാം ആസ്വദിക്കണോ. എന്നെ വെറുതെ വിടൂ. നോക്കൂ, ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശേഷപ്പെട്ട ബെൽറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇട്ട് കഴിഞ്ഞാ നിന്നെ ഒരു മനുഷ്യനും തൊടില്ല. പിന്നെ അയൺ മാനിനെ പോലെ നീ വളരെ സ്ട്രോങ് ആകും. അതെങ്ങനെ? അത് നോക്കൂ, നിന്റെ തലയുടെ മുകളിൽ ഒരു ഡ്രോൺ പറക്കണുണ്ട്. നീ റെഡ് ബട്ടൺ അമർത്തുമ്പോ ഒരു ലേസർ ബീം നിന്റെ പുറത്തേക്ക് അടിക്കും. എന്നിട്ട് നീ ഗ്രീൻ ബട്ടൺ അമർത്തുമ്പോ ആ ബീം ഇൻവിസിബിൾ ആയി പോകും. നിന്റെ തലയ്ക്ക് മുകളിൽ ഈ ഡ്രോൺ എത്ര നേരം ചുറ്റുന്നുണ്ടോ, ഈ ലേസർ ബീമിന്റെ കവചം നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. പിന്നെ നിന്നെ ദ്രോഹിക്കാൻ ഒരു സംഗതിക്കും കഴിയില്ല. ഒരു ഇരുമ്പിനെ പോലെ നീ ശക്തനായി മാറും. നമ്പർ 1, ജോണിനെ ഒന്ന് ആഞ്ഞടിച്ചു നോക്കൂ. ബോസ്, ഇതെന്ത് പറ്റി നിങ്ങളുടെ ബോഡിക്ക്? ഒന്നും പറ്റിയില്ല. നീ ഇവന്റെ ബോഡിയിലല്ല, റേസയിലാണ് ഏറ്റുമുട്ടിയത്. ഇനിയിപ്പൊ നീ എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാലും ഇരുമ്പ്, കല്ല്, വെടിയുണ്ട, പീരങ്കി ഒന്നും സംഭവിക്കില്ല. ഇനി ജോൺ ആയിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡോൺ. ഞാൻ ഈ ലോകം തന്നെ കീഴടക്കും. എന്നെ തടയാൻ ആരുണ്ട്? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞ. കവിതയൊക്കെ അവിടെ നിക്കട്ടെ, എനിക്കിപ്പോ 1 കോടി രൂപ ഇങ്ങിതാ. ഓഹോ, നിങ്ങൾക്ക് കാശ് വേണമല്ലേ? എന്നാ ഇതാ പിടിച്ചേ. എടാ ജോണ്, നീ പിന്നെയും എന്നെ വഞ്ചിച്ചു. നിങ്ങൾ അവിടെ ഇരിക്കുന്ന സ്വർണം മുഴുവനും ഇങ്ങ് കൊണ്ടുവയ്ക്കൂ. എന്നിട്ട് അതൊക്കെ എനിക്കിതാ. ഞാനിവിടെ നിങ്ങളുടെ ജ്വല്ലറി കൊള്ളയടിക്കാൻ വന്നതാണ്. എന്റെ കട മോഷ്ടിക്കാൻ വന്നായിരിക്കും അല്ലേ? ആയുധമില്ലാണ്ട് തലയ്ക്ക് സുഖമില്ലല്ലോ. നിങ്ങൾക്ക് കണ്ണു തുറന്ന് കണ്ടുകൂടാ എന്റെ ഗാർഡ്സിനെ? അനക്ക് തോന്നണുണ്ടോ നിനക്കിത് കയറി മോഷ്ടിക്കാന്ന്? ഒന്ന് പെരുമാറിക്ക മക്കളെ യുവമാരെ. ഇവന്റെ ശരീരം ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയിരിക്കണെന്ന് തോന്നണ. അപ്പൊ നിങ്ങള് ഞാൻ വിഡ്ഢിയാണെന്നാണോ കരുതണേ? എല്ലാരും അഭിനയിച്ച് അരങ്ങൊക്കെ തകർക്കുകയാണല്ലോ. ഇത്ര ചെറിയ മനുഷ്യനെ അടിക്കാൻ ഇത്ര അഭിനയൊന്നും ആവശ്യമില്ലല്ലോ. ഞാനിപ്പോ കാണിച്ചാൽ ഈ എങ്ങനെ അടിക്കണം? എന്റെ മാഷ, നിങ്ങളൊരു അയൺമാൻ ആണല്ലോ. നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ എടുത്തോണ്ട് പൊക്കോളി. എന്നിട്ട് എന്നെ അങ്ങ് വെറുതെ വിട്ടേക്ക്. നമ്പർ 1, നമ്പർ 2 എല്ലാ സ്വർണവും എടുത്തോ. ചിങ്കം സാർ, നടക്ക്. The name is Chingam. Inspector Chingam. ജോൺ, നീ മോഷ്ടിച്ചത് ഇപ്പൊ തന്നെ തിരിച്ചു കൊടുത്തോ, അല്ലെങ്കിൽ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. നിനക്കറിയാമല്ലോ, ഇംപോസിബിൾ. ഈ ജോണിനെ തടയാൻ പോലീസിന്റെ യൂണിഫോം ഒന്നും പോരാ. എന്നോട് ഏറ്റുമുട്ടുമ്പോൾ നിങ്ങൾ കരഞ്ഞോണ്ട് ഓടേണ്ടി വരും സാറേ.
കൊള്ളാം ബോസ് കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. കവിത പറച്ചിലൊക്കെ പിന്നെ നിനക്കെന്നെ തടയാനാവില്ല, ഒരിക്കലും തടയാനാവില്ല. ഞാൻ നിന്നെ ഇപ്പൊ ഒരു പാഠം പഠിപ്പിച്ച് കാണിക്കാം. നീ മോഷണവും കള്ളക്കടത്തും ഒന്നും ചെയ്യാതിരിക്കാൻ നിന്നെ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാവും. ആ, അതെ ജോൺ. വെൽക്കം. മോട്ടു, എന്താണ് ഇത്? നമ്മുടെ മോട്ടു അല്ലേ? ബൈ ബൈ. എന്റെ അമ്മോ, എന്തവിടെ നടക്കുന്നത്? ഇതിപ്പോ എന്ത് ശക്തിയാണ് അവനിലുള്ളത്? അവന്റെ ബോഡി മുഴുവനും ഇരുമ്പായിരിക്കുകയാണല്ലോ. അവനെ നമുക്ക് കൈകൊണ്ട് തല്ലി തോൽപ്പിക്കുവാൻ പറ്റില്ല. മറ്റു വല്ലതും ചെയ്തേ പറ്റൂ. വരൂ, നമുക്ക് വലിയേട്ടന്റെ അടുത്തേക്ക് പോയേ മതിയാവൂ. എനിക്ക് മനസ്സിലായി ചങ്കേ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഓ, 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 ഓ. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, ഈ മിസൈൽ കൊണ്ടുപോയിക്കോളൂ. ഇത് കല്ലിനെയും ലോഹത്തെയും എന്തിനെ വേണമെങ്കിലും നശിപ്പിക്കാൻ ശക്തിയുള്ളതാണ് ചങ്കേ. മോട്ടു, ഞാനിപ്പോ ഇന്റർനാഷണൽ ബാങ്ക് കൊള്ളയടിച്ചിട്ട് പോകുന്ന വഴിയാണ്. നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു. എന്തൊരു ധൈര്യം! ഇവൻ ഇപ്പോഴൊക്കെ പറഞ്ഞിട്ട് മോഷ്ടിക്കാൻ തുടങ്ങിയോ? ആ, ഡോക്ടർ ചട്ക മിസൈലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എന്തായാലും സംഗതി കൊള്ളാം. മിസൈൽ ഒന്ന് വിട, കാണട്ടെ. ആ, വിടുന്നേ. ഇപ്പൊ തന്നെ ഞാൻ കാണിച്ചു തരാം. എന്റെ രോഗികളാണ് സത്യം. ഇതുപോലെയൊന്നും ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഇതെങ്ങനെ സംഭവിക്കുന്നെന്ന് മനസ്സിലാകുന്നേ ഇല്ല. അവന്റെ ദേഹത്ത് എന്തൊക്കെ പ്രയോഗിച്ചിട്ടും ഒന്നും ഏൽക്കുന്നേ ഇല്ലല്ലോ. പൊളിച്ചെടുത്തല്ല. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും ശക്തിശാലിയായ ഒരു മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ. എന്തേലും ഒന്ന് ചെയ്യണം ഡോക്ടർ ജഡ്ക. ആ ജോൺ ഇത്രയും ശക്തിശാലിയായ സ്ഥിതിക്ക് എങ്ങനെയാണ് നമുക്ക് അവനെ വകവരുത്തണം? അതിനെ ചിന്തിക്കൂ, 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 ചിന്തിക്കൂ. നിങ്ങൾ ചിന്തിക്കണം. അതിലിപ്പോ ചിന്തിക്കാൻ എന്താ ഇരിക്കുന്നത്? അവന്റെ ബോഡിയിൽ എന്തോ ഒരു കവചമുണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കണം. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, ഒരു ഐഡിയ ഉണ്ട്. എന്റെ കയ്യിൽ ഒരു കെമിക്കൽ ബോംബ് ഉണ്ട്. അതെവിടെയാ വെച്ചത്? ഇവിടെയാണോ? ആ, ആ, കിട്ടിപ്പോയി. ഇത് അടിച്ചു കഴിഞ്ഞാൽ അവന്റെ ദേഹത്ത് എന്തെങ്കിലും കവചമുണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ കഴിയും ചങ്കുകളെ. ഈ നഗരം മുഴുവനും കൊള്ളയടിച്ചു കഴിഞ്ഞു. ആരാ ഇത് ചെയ്തത്? ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, ആ ഡ്രോണിൽ നിന്ന് എന്തോ റേസ് വരുന്നുണ്ട്. അതാണ് ജോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അല്ലാതെ ജോണിന് വേറെ ശക്തിയൊന്നും ഇല്ല. അവന്റെ ശക്തി ആ ഡ്രോണിൽ നിന്നാണ് വരുന്നത് ചങ്കുകളെ. ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓ നിക്ക് മോട്ടു, ആ കവചം ഇപ്പോ അവന്റെ ബോഡിയിലാണ് ഉള്ളത് ചങ്കേ. പിന്നെ എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? പത്ലു എന്തെങ്കിലും ഒന്ന് ആലോചിക്കൂന്നേ. ഐഡിയ. ജോൺ, കുറെ നേരമായിട്ട് നീ പറയുന്നില്ല നീ എവിടെയാണെന്ന്. നോക്കൂ, ഞാനിപ്പം ബോക്സിംഗ് ഗ്ലൗസുമായിട്ടാണ് വരുന്നത്. എന്റെ കയ്യിലെങ്ങാനും നിന്നെ കിട്ടിയാൽ ഇടിച്ച് പഞ്ചറാക്കുന്നതായിരിക്കും. കൊള്ളാം. ശരി,
ഞാൻ മാർക്കറ്റില് ജംഗ്ഷന്റെ അവിടെ തന്നെ നിൽപ്പുണ്ട്. നീ ഇങ്ങോട്ട് വാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവൂ. ഞാൻ ഇവിടെ എങ്ങോട്ടും പോകാൻ ഉദ്ദേശിക്കുന്നില്ല പോട്ടു. വരൂ വരൂ, ഇതാണ് നമ്മുടെ ജോൺ ദ അയൺ മാൻ. ഇയാൾ എല്ലായിടത്തും മോഷണം നടത്തുന്നയാളാണ്. അടുത്തുള്ള ജ്വല്ലറികളിലും ബാങ്കുകളിലും ഒക്കെ മോഷണം നടത്തിയിരിക്കുന്നയാളാണ്. അതെ അതെ, എന്റെ ബാങ്ക് കൊള്ളയടിച്ചു. അതെ അതെ, എന്റെ കടയിലും വന്ന് കൊള്ളയടിച്ചു. എന്റെ അതെ, അതെ, അടുത്തതിന് കൊല്ലണം. പക്ഷെ ആരടിക്കൂ ഇവനെ? ഇയാൾക്കാണെങ്കിൽ വേദന പോലും എടുക്കില്ല. കൊടുക്ക്, ഈ കമ്പി കൊണ്ട് തന്നെ അവനിട്ട് കൊടുക്കണം, അവന്റെ ശരീരത്തിൽ മുറിവേൽക്കുന്നത് വരെ. പരിശ്രമിക്കുന്നവർക്കൊരിക്കലും പരാജയമുണ്ടാവില്ല. വരൂ വരൂ, വന്നോളൂ, വന്ന് പരിശ്രമിക്കും മോട്ടു. ഒന്ന് വന്ന് നോക്ക്. നിന്റെ ഡയലോഗ് ഒക്കെ കഴിഞ്ഞോ? എന്നാ പിന്നെ ഞങ്ങള് തുടങ്ങിക്കോട്ടെ. ഞാൻ റെഡിയാണ്. വരൂ, വന്നടിക്കൂ, അടിക്കൂ അടിക്കൂ. അതേ, നിർത്താൻ പാടില്ല, അവനെ തല്ലിക്കൊണ്ടിരിക്കേ. എന്റെ ഡ്രോൺ എവിടെ? എന്റെ ഡ്രോൺ കാണുന്നില്ലല്ലോ, എവിടെ പോയി? എടോ, ഡ്രോണൊക്കെ വലിയേട്ടൻ എപ്പോഴേ കൊണ്ടുപോയി. ഇനി നീ നാട്ടുകാരുടെ ഇടി കൊണ്ടോണ്ടേ ഇരിക്കണം. ഇതാ പറയുന്നത്, പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും തോൽവി ഉണ്ടായില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.